ലാസ്റ്റ് പോർഷനാണ് സിമ്പിൾ എക്സാമ്പിൾ ഫോർ പാർഷ്യൽ പേജ് അപ്ഡേറ്റ്. എന്താണ് പാർഷ്യൽ പേജ് അപ്ഡേറ്റിൻ്റെ യൂസേജ്, അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പാർഷ്യൽ പേജ് ശരിക്കും നമുക്ക് നോക്കണത്, ഇറ്റ് കണ്ടെയ്ൻസ് സ്നിപ്പറ്റ്സ് ഓഫ് HTML ആൻഡ് സെർവർ സൈഡ് കോഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ എനി നമ്പർ ഓഫ് പേജസ് ഓർ ലേഔട്ട്സ്. ഈ പേജിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് ചിലപ്പോൾ HTML കോഡ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സെർവർ സൈഡ് കോഡ് ഉണ്ടായിരിക്കും. ഈ ഒരു കോഡ് നമുക്ക് ആവശ്യമുള്ള ഡിഫറെൻറ്റ് പേജസിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു എൻറ്റയർ പേജിനെ റിഫ്രഷ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? അത് റീലോഡ് ചെയ്യിപ്പിച്ച് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യിപ്പിക്കുന്നു. പിന്നെ പാർഷ്യൽ പേജസിൻ്റെ സഹായം എന്ന് പറയുന്നത്, ഒരു കോംപ്ലക്സ് പേജസിനെ സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഡിഫറെൻറ്റ് ആൾക്കാർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ടീംസിന് ഒരേ സമയത്ത് ഇന്ന് വർക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമുക്കൊരു index.php എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു എക്സിക്യൂഷൻ കോഡ് എഴുതി കൊടുക്കുകയാണ്. ഈ എക്സിക്യൂഷൻ കോഡ് നമുക്ക് ഫുൾ പേജസിനെ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. അതിൽ ഒരു പോർഷൻ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് ആ ഒരു പോർഷൻ 30 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് അത് എൻറ്റയർ പേജ് റിഫ്രഷ് ചെയ്യാതെ അത് മാത്രം എപ്പോഴും 30 സെക്കൻഡ്സിൽ വർക്ക് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരികയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം അതിൻ്റെ കണ്ടൻസ് പോർഷൻ മാത്രം തരികയാണ്. അതിനുവേണ്ടി നമ്മളൊരു പോർഷൻ ഉണ്ടാക്കി, സ്കോഴ്സ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അതിൻ്റെ അകത്താണ് അതിൻ്റെ ഡാറ്റ നമ്മൾ എഴുതുക. അതിനെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നതാണ് $#scores.load, പേജിൻ്റെ പേര് index.php #scores. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാഷ് സ്കോർ എന്ന് പറഞ്ഞ ഉള്ളിൽ എഴുതണതിൻ്റെ കണ്ടൻറ്റ് ഇൻഡെക്സ് പേജിൽ നിന്ന് എടുക്കും. ആ എൻറ്റയർ പേജ് റിഫ്രഷ് ചെയ്യില്ല. ഓരോ 30 സെക്കൻഡ്സിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ സെറ്റ് ഇൻ്റർവൽ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി $scores എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഈ ഡിവിഷൻ്റെ വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സ്കോഴ്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് #score വഴി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി സെറ്റ് ഇൻ്റർവൽ ഫംഗ്ഷനിലൂടെയാണ് നമുക്ക് എത്ര സെക്കൻഡ്സിൽ അത് റിഫ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ദാറ്റ് ഈസ് scores.load index.pageലെ സ്കോഴ്സ് എന്ന് പറഞ്ഞ കണ്ടന്റ് എവറി 30 സെക്കൻഡ്സിലും റീലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്ന പാർഷ്യൽ പേജിൻ്റെ കോഡുകൾ. അത് നമ്മൾ ഒരു പേജിൽ നമ്മൾ എഴുതുന്നതാണ് index.php, HTML എഴുതി, ബോഡി പോർഷൻ എഴുതി, PHPയിൽ എക്കോ പാർഷ്യൽ പേജ് അപ്ഡേറ്റ്. അപ്പോൾ അത് ഔട്ട്പുട്ട് ചെയ്ത് വരും. സ്കോഴ്സ് എന്ന് പറഞ്ഞ എഴുതി, അതിൻ്റെ അകത്ത് നമ്മൾ ഇതാണ് നമ്മുടെ കണ്ടന്റ്, ദാറ്റ് ഈസ് ഹായ് എന്ന് പറഞ്ഞ അലർട്ട് മെസ്സേജ് വരികയാണ്. ഇനി നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നതാണ് ഇവിടെ $#scores.load index.phpയിലെ #scores പോർഷൻ. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഓരോ 30 സെക്കൻഡ്സിനും നമുക്കത് റീലോഡ് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടി സ്കോഴ്സിലേക്ക് ആ ഡിവിഷനായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. സെറ്റ് ഇൻ്റർവൽ ഫംഗ്ഷൻ വഴി നമ്മൾ കൊടുക്കുകയാണ് scores.load, ഈ വേരിയബിൾ .load ഇൻഡെക്സ് പേജിൽ നിന്നും എവറി 30 സെക്കൻഡ്സ് റിഫ്രഷ് ചെയ്യുക. അപ്പം നമുക്ക് എവറി 30 സെക്കൻഡ്സ് ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് കിട്ടും. ഇത്രയാണ് നമുക്ക്